ഗു ഗുളികൻ. ഗു മീൻസ് ഗുളികൻ. ഈ ഗു എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി ഒന്ന് ലൈറ്റായിട്ട് പറയാം. വേറൊന്നുമില്ല, നമ്മൾ സ്ഥിരം കണ്ട സാധനമാണ്. അതായത് ഒരു കാടിന് നടുവിലൊരു വീട്. അങ്ങനെ ഈ വീട്ടിൽ പ്രേതമുണ്ടെന്നാണ് ആളുകൾ വിശ്വസിച്ചിരിക്കുന്നതല്ല, പ്രേതമുണ്ട്. അങ്ങനെ നമ്മുടെ ഷൈജു കുറുപ്പും ഫാമിലിയും ആ ഒരു വീട്ടിൽ എത്തിപ്പെടുന്നതും അവർ നേരിടേണ്ട ചില പ്രശ്നങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്. എന്തായാലും ഗംഭീരമായ ഒരു തിരക്കഥ എന്ന് തന്നെ പറയാൻ സാധിക്കും. നല്ല രീതിയിൽ തന്നെ മനു രാധാകൃഷ്ണൻ ആ ഒരു സ്ക്രിപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് അനുസരിച്ച് ഈ സിനിമയിൽ കാണാനുമുണ്ട്. അതായത് ഈ സിനിമ തുടക്കം കുറച്ച് വലിച്ചു നീട്ടൽ നിങ്ങൾ അനുഭവപ്പെട്ടേ. കാരണം അത് ഈ സിനിമ പറഞ്ഞു പോകുന്ന രീതി നമുക്കൊരു കുട്ടിക്കളികളും കുട്ടികളുടെ മൊത്തം ഒരു കുട്ടിത്തമാണ് ഈ സിനിമ. അതായത് ഒരു മുത്തശ്ശി കഥ പോലെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പ്രേക്ഷകനെ തീർച്ചയായിട്ടും ഫാമിലിയൊക്കെ ഓഡിയൻസിനൊക്കെ പോയിരുന്ന് കാണാം. വലിയൊരു ഹൊറർ എന്നൊന്നുമല്ല, ഒരു ഹൊറർ, ജസ്റ്റ് ഒരു ഫൺ ഹൊറർ എന്നുകൂടി നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഹൊററിനകത്ത് കുറച്ച് ഫണ്ണായിട്ടുള്ള എലമെൻസും അതുപോലെ തന്നെ നിരഞ്ജൻ്റെയൊക്കെ അഭിനയം എന്നൊക്കെ പറയുന്നത് സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ ഷൈജു കുറുപ്പ്, പിന്നെ കുട്ടി ദേവനന്ദ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, പറയേണ്ട കാര്യമില്ല, ഇറ്റ്സ് എ ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ ഒരു മേക്കിംഗ് രീതിയുണ്ട്. അതായത് ചില ഏരിയ ഷോട്ടുകളൊക്കെ കാണിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. കാടിൻ്റെ നടുവിലായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബേസിക്കലി ഉള്ള ഒരുപാട് ഷോട്ട്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ വേസ്റ്റ്. കാരണം സിനിമയ്ക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ, അതായത് കഥ പറയുന്ന സമയം തന്നെ നമുക്കറിയാം. നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് മേക്കിംഗ് തന്നെയാണ്. കാരണം ഇതൊരു ഹൊറർ ചിത്രമാണ്. ഹൊറർ ചിത്രം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ എങ്കിലും നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ എന്തായാലും സ്ക്രിപ്റ്റ് ബേസ് പോട്ടെ, എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന സംഭവത്തിലൂടെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമല്ലോ. അത്തരത്തിലുള്ള സാധനത്തിലൂടെ ഈ സിനിമ ചെറിയൊരു രീതിയിൽ കടന്നു പോയിട്ടുണ്ടെന്നല്ലാതെ വലിയൊരു ശ്രമം സംവിധായകൻ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ വലിയ മ്യൂസിക് എന്നൊന്നും പറയാനില്ല. അത്യാവശ്യം ഒരു ചെറിയൊരു മ്യൂസിക്, BGM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോഴത്തെ BGM എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ് കേട്ടോ. അപ്പോൾ BGM ഒന്നും വലിയൊരു രസമായിട്ടില്ല. പിന്നെ കുട്ടിയായിട്ടുള്ള എത്തിയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കുട്ടി ഉള്ളൊരു രീതി, കുട്ടികളുമായിട്ടൊക്കെ പോയി കാണാം, സൂപ്പറാണ്. അതുപോലെ തന്നെ ഈ പേടിപ്പെടുത്തുന്ന രംഗവും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല. അപ്പോൾ ഈ പേടിപ്പെടുത്തുന്ന രംഗങ്ങളുമായിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ സാമ്യമൊന്നുമില്ല ഈ സിനിമ. കാരണം നമുക്ക് ഒറ്റവട്ടമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് വലിയ ബോറടിയൊന്നുമില്ല. കാരണം സ്ക്രിപ്റ്റ് നല്ല എൻഗേജ്ഡ് ആണ്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ വലിയൊരു സംഭവം എന്നൊന്നും പറയില്ല. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ സൂപ്പറാണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഒരു രീതിയിൽ ഇങ്ങനെ വന്ന് ഒരു രീതിയിൽ അവസാനിക്കുന്ന രീതി, അതായത് കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം നല്ലൊരു സിനിമയാണ്. നിങ്ങൾക്ക് ഫാമിലി ഓഡിയൻസിനെ ഞാൻ പരിചയപ്പെടുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് പോയി ഒന്ന് കണ്ടുപോക്കുക. എന്നിട്ട് ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.